മുഷാവറയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. പരാമർശം ചർച്ചയായതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പരാമർശം ഈ നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്താ മാധ്യമക്കാർ വിഷയാക്കിയതാണ്. ഞാനവിടെ ആരെയും ഇകഴ്ത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ അത് വിഷയമാക്കിയത് ഇവരാണ്, നെഗറ്റീവ് താല്പര്യമുള്ള ചില മാധ്യമക്കാർ. ഞാൻ പറഞ്ഞ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇസ്ലാമിൻ്റെ നയമാണ്, നയമാണ്. ആ നയം തന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലൊക്കെ അതിൻ്റെ പിന്നിൽ. ഇന്നലെ വാർത്തയിൽ വന്ന് ഒരു മന്ത്രി ഒരു വനിതാ MLA ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന വാർത്ത. അപ്പോൾ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണമെന്ന് താല്പര്യമുള്ള ചില ആൾക്കാരാണ്. സത്യദീക്ഷയുള്ള ആളുകളല്ല അത് വിഷയമാക്കിയിട്ട്. കാരണം സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബൈ ചാൻസ് സംസാരത്തിൻ്റെ ഇടയിൽ ശൈശവ വിവാഹം 6-ാം നൂറ്റാണ്ടിലല്ല, അത് 16-ാം നൂറ്റാണ്ടിൽ വരെ 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ചില ആളുകൾക്ക് കൊള്ളേണ്ടതില്ല. കാരണം അവർ ഇസ്ലാമിൻ്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനവനുമായി ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി. ഈ പൊള്ളൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. കഴിഞ്ഞില്ല. അത് ശരിയല്ലാന്ന് പറഞ്ഞല്ലോ. ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ 100 ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ടാവും. ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാതരം ഉദ്യോഗസ്ഥന്മാരും അതിൽ വരും. പിന്നെ ജനപ്രതിനിധികളെന്നാണ് MLA മാർ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, ഇതിലൊക്കെ ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞ് മന്ത്രിമാരൊന്ന് പ്രകോപിപ്പിച്ച് അവരെ പിന്നെ എടുത്തുന്ന വല്ലതും നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത്. പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ. പറയാൻ ഉദ്ദേശിച്ചത് ഈ വൈഫ് ഇൻചാർജ് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, ഇല്ലെങ്കിൽ ഇത്തരം ജനപ്രതിനിധികളുടെ പറയാം. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ചില കാറ്റഗറി എടുത്തു പറഞ്ഞെന്നുള്ളൂ. പ്രത്യേക കാര്യം പരാമർശിച്ചിട്ടില്ല. ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ. ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ. പ്രയോഗം എന്നാൽ ആ വസ്തുത നിലവിലുള്ളതല്ലേ. അതിനാണ് അവസാനത്തെ ഉദാഹരണം. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലുള്ളതാണ്. ഒരു മന്ത്രിയിൽ നിന്ന് 2 വനിതാ MLA മാർ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 1 ഏതായാലും വസ്തുത ഉണ്ട്. മൂക്ക് താഴേക്കുള്ള അരിയാര ആഹാരം കഴിക്കുന്ന വാർത്താ മാധ്യമങ്ങളും മീഡിയകളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്ത് എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ കൈ പൊക്കാൻ പറഞ്ഞാൽ എത്ര ആൾ പൊക്കുന്നാണ് ഞാൻ ചോദിച്ചത്. ആരും പൊക്കൂലെന്നാണ് നിങ്ങളെ വാർത്താ മാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത്. ആരും പൊക്കൂല എന്നുള്ളതും എത്രയാൾ പൊക്കും എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്. ഭാഷ അറിയാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. എത്രയാൾ കൈ പൊക്കുന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൂട്ടപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈ പൊക്കൂല. രണ്ടും ഒന്നുമല്ലല്ലോ. വാർത്താ മാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത, ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വസ്തുതകൾ ആളുകൾ അറിയിച്ചു കൊടുക്കാനില്ല. നല്ല വസ്തുതകളെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അധാർമികത നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ വരുന്ന തലമുറയെ അവനവൻ്റെ മക്കളെയെങ്കിലും അവനവനെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റായി വ്യാഖ്യാനിച്ചെങ്കിൽ ഇപ്പം സംസ്ഥയിലെ തന്നെ ഷവറാങ്ങളായിട്ടുള്ള പലരും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു.
അവരും അങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. സമസ്ത ബോർഡ് ചർച്ച ചെയ്യണ്ടല്ലോ. സമസ്ത പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. ഞാൻ സമ്മേളനത്തിന് വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല. തങ്ങൾ പറഞ്ഞത് തങ്ങളുടെ വ്യക്തിപരമായ നിലപാടാണ് എന്നുള്ളതാണ്. അത് തങ്ങളുടെ വ്യക്തിപരമായ നിലപാട് ഏൽക്കും. അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യത അല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ ബാധ്യത എന്താ? സമസ്ത 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അതിനു വേണ്ടിയാണ്. അദ്ദേഹം സംസ്ഥയുടെ സംസ്കാരത്തിന് യോജിക്കാത്തതായിരുന്നു ആ പരാമർശം എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. സമസ്തയുടെ സംസ്കാരം ഞാൻ ഈ വ്യക്തിപരമായ പരാമർശം നടത്തിയെന്ന് നിങ്ങളെല്ലാവരും കുപ്രചരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചത് പേഴ്സൺ എന്നെങ്കിലും അർത്ഥം അറിയുമെന്ന് ചോദിച്ചു. ഏത് പേഴ്സണെയാണ് ഞാൻ അധിക്ഷേപിച്ചത്? മറുപടി ഉണ്ടായിട്ടില്ലല്ലോ. സമസ്തയ്ക്ക് അതൊരു അവമതിപ്പുണ്ടാക്കിയെന്നും അദ്ദേഹം പറയുണ്ടായി. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ഇന്നലെ ഈ മുഷാവറ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യും, ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്തത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന, അപ്പം ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അത് ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ഈ ബഹുഭാര്യത്വം ഒരു ജീർണതയാണെന്നാണോ പറയുന്നത്? ബഹുഭാര്യത്വം ജീർണതയല്ല. ആവശ്യമുള്ള സമയത്ത് സന്ദർഭം കാണണം. ഒറ്റ വാക്കിന് മറുപടി പറയാൻ കഴിയില്ല. ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളും, വിഷയമാവും. 20-ാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലല്ലേ ഇപ്പോൾ? അതെ, ഇപ്പോഴും അത്തരം ആശയങ്ങളും അത്തരം കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ കുപ്രചരണം നടത്തിയത്. ബഹുഭാര്യത്വം വീണ്ടും കൊണ്ടുവരണം, അത് പ്രോത്സാഹിപ്പിക്കണം. ശൈശവ വിവാഹം വീണ്ടും കൊണ്ടുവരണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാത്തതാണോ? ഞാൻ പറഞ്ഞ സെന്റൻസുകളിൽ, വാക്കുകളിൽ ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ്. അത് പലയിടത്തും ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ വീണ്ടും ഉദ്ധരിക്കാം. ശരിക്കും ഓഗസ്റ്റ് 30-ന് പ്രസംഗിച്ചതിന്റെ ഉള്ളടക്കമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവാദമാകുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല. താല്പര്യകക്ഷി ഞാൻ പറഞ്ഞല്ലോ, പ്രചരണം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? അവരിങ്ങനെ സടകുടഞ്ഞ് ഉണർന്ന് എണീറ്റ് വന്നപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. ഫൈസിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ താഴെ എഴുതി ഒട്ടിക്കേണ്ടതുണ്ട്. ശിവലിംഗം പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഫർജ് പറഞ്ഞാൽ അറിയാം. അപ്പം ശിവലിംഗം പിന്നെ എല്ലാവർക്കും അറിയാം. അത് ബഹുജനങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശിവലിംഗത്തെയും പാർവതിയുടെ ഫർജിനെയും പറ്റി. അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും. അത് കാണുന്നതിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം, തുടരുക ചെയ്യണം. സ്ത്രീയെ വിവാഹം ചെയ്യാമെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 2 വയസ്സായ കുട്ടിയെ വിവാഹം ചെയ്യാം. മനസ്സിലാക്കാമല്ലോ. എൻ്റെ ഇടയിൽ 14-13 നൂറ്റാണ്ടുണ്ട്. വസ്തുക്കൾ ഉൾക്കൊള്ളാൻ കഴിയും. അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യമേ പറയാതെ മുക്ക് തിക്തമാണെങ്കിലും കയ്പാണ് സത്യമെങ്കിൽ നിങ്ങൾ അത് പറയണം. വലിയ ഹത്താവലോകാന മുറാൻ എന്നാണ് അതിൻ്റെ പദം. അങ്ങ് ജീർണതയെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ജീർണതയെ കുറിച്ചായിരുന്നു, സമൂഹത്തിലെ ജീർണതയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അതിലൊരു ഏകാഭിപ്രായം ആ പണ്ഡിത സഭയിൽ, സംസ്ഥയുടെ പണ്ഡിത സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന മുഷാവറയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, എങ്കിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇത്രയധികം അങ്ങേ പോലുള്ള ഒരാളെ ഇങ്ങനെ വഴിയിലിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അത് ആ പണ്ഡിത സഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലായിരുന്നു. എന്നോടുള്ള സഹതാപത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, രോഗമൊന്നാകെ എനിക്കത് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അതേ പറയുള്ളൂ. ഇനി ആരും ചോദിച്ചാലും. പക്ഷെ അങ്ങ് പറഞ്ഞ സത്യമാണ് എന്നുള്ളത് ഇന്നലെ ജിഫിതങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഇത് തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് സംസ്ഥയുടെ സംസ്കാരത്തിന് അതിൽ മറ്റൊരാൾക്ക് പറഞ്ഞോണ്ടായില്ലോ. ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? സംസ്കാരം എന്ന് പറഞ്ഞാല് ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്ന ആളാണ് സമസ്തയുടെ മുൻ സെക്രട്ടറി ചെറുശ്ശേരി ജയന്തിംസിൽ. അറിയാമെന്നറിയാം. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഒന്നിലധികം ഭാര്യമാരുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ 2ാം ഭാര്യ കേൾക്കുമ്പോഴേക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമില്ല. അത്തരം സ്വഭാവമുള്ള ആൾക്ക് അതിൻ്റെ ന്യായീകരണം എന്താണ്? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് അനിവാര്യമാണോ? ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു.
അത് പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം മതം അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടാകുക. ഉദാഹരണമായിട്ട് നമ്മളെ മക്കൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ ഒരു വിവാഹിതയായ പെണ്ണിന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അവർക്ക് എന്താ കുഴപ്പമുള്ളത്? ഒരു ഭർത്താവുള്ളത് മാത്രമേ കുഴപ്പം. നല്ല എവിഡൻസ് ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, PhD പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് വളരെ വലിയ സമ്പന്നയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. ഒന്നിലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായി, അവരുടെ പേരതാണ്. അപ്പോൾ അത് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇസ്ലാം പിന്നെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരെ അംഗീകരിച്ചെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം പുരുഷന്മാരെ അംഗീകരിക്കുന്നില്ല? നോൺസെൻസാണത്. വിശദീകരണങ്ങൾ പറയേണ്ടത് പിന്നെ പറയുന്നില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ എന്ത് പ്രതിഷേധങ്ങൾ ഉണ്ടായാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അവർ പറഞ്ഞോളൂ, നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു മുഷാവറയില് പിന്നെ ഈ പുറത്തേക്ക് വിവരങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാന്നുള്ളൊരു ചോദ്യം ഇല്ലേ ഉള്ളിൽ നിന്ന്? നമ്മളൊക്കെ ചോദിക്കുന്നത് പുറത്തായിരുന്നു, എങ്ങനെ അത് പുറത്തു വന്നു അല്ലേ? ഒന്നും രഹസ്യമല്ല. താങ്ക് യു. ഇത് ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യണല്ലോ. എന്നുള്ളത് തന്നെയാണോ അങ്ങയുടെ നിരീക്ഷണം? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനം, നിങ്ങളുടെ കുറിപ്പെഴുത്തുമാണ്. അല്ല, അങ്ങ് പ്രസംഗിക്കവേ അങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തുന്നുണ്ട്. പറഞ്ഞ സമൂഹത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നത് പറഞ്ഞല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ഉൾപ്പെടുന്നതിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതൊരു എല്ലാവരും ഉൾപ്പെടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് നിന്ന് നിങ്ങൾ സംസാരിക്കരുത്. കാരണം എനിക്ക് തന്നെ എത്രയോ സദൃഢരായ ആൾക്കാരറിയാം, ജനപ്രതിനിധികളിലും മന്ത്രിമാരിലൊക്കെ. സമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് ഉസ്താദ് പറയുന്നില്ല, ആരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്? ജനങ്ങളുടെ ഇടയിൽ രണ്ടു കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ. എങ്ങനെ? രണ്ട് കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ മുഴുവൻ ആളുകളുടെ ഇടയിലുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? മുഴുവൻ പറഞ്ഞിട്ടില്ലല്ലോ. ആശയക്കുഴപ്പമുണ്ടാവുന്നുണ്ട്. ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ പ്രശ്നം ഉദ്ധരിക്കും. വോയിസ് അല്ല, ഇപ്പൊ പറയുന്നതിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അതായത് പൊതുസമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് ഉസ്താദ് പറയുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വൈഫ് ഇൻചാർജ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ പറയാലോ? മോശമല്ലല്ലോ ചോദിച്ചത്. എന്റെ ഡിഗ്രിയാണ്. ഡിഗ്രി ആണ് മനസ്സിലാവില്ല. എത്രയുള്ള ആയിരക്കണക്കിന് ഡിഗ്രി. ഏത് ബി എ? മലയാളം. മലയാളം ആയതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എല്ലാവരും എന്ന് പറയുന്ന അർത്ഥമില്ല. അല്ല, എന്റെ സംശയം എന്റേതായ മാത്രം സംശയമായിട്ട് കണക്കാക്കാം. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്നതാണോ ഈ വൈഫ് ഇൻചാർജിനെ മാത്രം പിടിക്കണ്ട. ജീവനക്കാരോട് ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. കള്ളുകൂടിയൊക്കെ ആയിക്കോളും. നമ്മൾ എല്ലാവരും നല്ലോണം ഡിഗ്രി വെച്ചാൽ ചിലപ്പോൾ അറബി ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. അപ്പോൾ എല്ലാവരും തൃപ്തി അറിഞ്ഞോളൊന്നുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതൽ പറഞ്ഞു തരാറുണ്ട്. അതെ, അതിന്റെ ഭാഗമായിട്ട് PMS പറയുന്നു, അതിൽ അവർക്കും പൊള്ളി. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ആർക്കും പൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ പൊള്ളൽ ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ്. അതൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് പറഞ്ഞല്ല. എങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തണ്ടേ? ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മേമാക്കാനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഓർഗനൈസേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാൻ കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചരിത്രം പറഞ്ഞ് ചിലർക്ക് കൊള്ളും. ഞാൻ അറിഞ്ഞിരുന്നു. ദുനിയാവ് മുഴുവൻ പ്രതിഷേധത്തിൽ വസ്തുതകൾ വസ്തുതയായിട്ട് നിൽക്കുള്ളൂ. പ്രവാചകന്റെ വിവാഹ സവിശേഷതയെ പറ്റി ഞാൻ പറഞ്ഞു. 25 വയസ്സായപ്പോൾ 40 വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത് കുട്ടികൾ പോയാൽ.
അതൊന്നും ആരും വിലയിരുത്തുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ടാണ്. ഇപ്പോഴും ഇപ്പോഴും ഇതിപ്പോ CPM മനസ്സിലാവാത്തത് ഊഹിക്കാം. പക്ഷെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും താങ്കൾ പറഞ്ഞതിനെ ആ ഒരു രീതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കൂട്ടത്തിലുള്ളവരൊരു സാമ്പിൾ ഉദാഹരണം മർഫൈസി ഇത് പറഞ്ഞ ആളാണ്. ശിവലിംഗവും പാർവതിയുള്ള ഫർജും പറഞ്ഞാൽ അറിയാം. യോനിയും അതിനകത്ത് പറയും. അതെ അതെ, അത് പറഞ്ഞ ആളാണ്. പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നാണ്. അതോട് കൂടി തന്നെ തള്ളപ്പെട്ടതാണ്. ജിഫ്രി തങ്ങൾ പോലും പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ്. മൊറഫൈസിയുടെ കാര്യം പറഞ്ഞാൽ കേട്ടില്ല. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? പ്രശ്നം കാണാനാവില്ല ഞാൻ.